ഏയ് ഇതാരത്? മിണ്ടരുത്. ഇതെന്തീ കാണിക്കണ്? ഈ KSRTC ജോലി ചെയ്യുന്നവരെ കാണാണ്ടായി എന്ത് ചെയ്യും? ആരെ കാണാണ്ടായത്? എന്റെ ബോയ്ഫ്രണ്ടിന്. ഓ, ആളെ കണ്ടെങ്ങനെയിരിക്കും? നല്ല ബോറാ. അപ്പൊ ആളുടെ സ്വഭാവം നല്ല വൃത്തികെട്ട സ്വഭാവ. എന്നാ പിന്നെ അന്വേഷിക്കണ്ട, അങ്ങോട്ട് പോട്ടെന്ന് വെച്ചാ പോരെ. എനിക്ക് എങ്ങനെ അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റും? ഇപ്പൊ എന്താ ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കാത്ത? എടി നിന്നെ പോലെ വെറുതെ നുണരുതി പിടിപ്പിക്കല്ല, ഇവിടെ കുറെ പണിയുണ്ട്. എന്തായാലും ആ പണിക്ക് നല്ല റെസ്പോൺസ് ഉണ്ട്, എല്ലാവർക്കും നല്ല അഭിപ്രായ. I missed you. I missed you too. And I love. സാറേ, സാർ ഇവിടെ ഒന്നുമില്ല, കേറി വിടം പിടിച്ച് അങ്ങനെ. സാർ പോ. അയ്യോ അയ്യോ പോണ്ട, ഇത് പോയി. ആളല്ല കണ്ട് നീ അടിക്കറി ഇങ്ങോട്ട് വന്നു. മിസ് യു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞടാ സാറേ, ആ വരവിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഇതാണ് ശ്രീകേട്ടാ ഒരു നാണമൊക്കെ. ഏയ് ഒന്നുമില്ല. എന്താ ചേട്ടാ ഒരു പരിഭ്രമം? എന്തെങ്കിലും കണ്ട് പേടിച്ചാ? ഏയ് ഇപ്പം അങ്ങോട്ട് കയറി ചെല്ലണ്ടായിരുന്നു. ആദ്യതുകൊണ്ടാ ഞങ്ങൾക്കിത് സ്ഥിരമാണ്. സ്ഥിരം ഇങ്ങട്ടാ എന്താ സാർ വന്നേ? സാറേ, നമ്മുടെ കളക്ഷനൊക്കെ നല്ല പുരോഗമനം ഉണ്ട് കേട്ടോ സാറേ. എന്നാലും അത് സാറേ, ഇടിവണ്ടി ഇറക്കിയും ടയർ പഞ്ചറാക്കിയും ഇപ്പോഴും പല റൂട്ടുകളും മുടക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഇടിവണ്ടിയോ? അത് സാറേ, കളക്ഷനിലെ റൂട്ടുകളിലെ ട്രിപ്പ് മുടക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊണ്ട് ഇടിപ്പിക്കുന്ന വണ്ടികളെയാണ് ഇടിവണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതെന്താ നമ്മുടെ ഡ്രൈവേഴ്സ് പോലീസ് കംപ്ലൈന്റ് ചെയ്യാത്ത? കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട് സാറേ, പക്ഷെ അവർക്കൊക്കെ പോലീസിൽ നല്ല പിടിപാടാണ്. ബെസ്റ്റ്. പോരാത്തതിന് നമ്മുടെ കൂടെയുള്ള കുറച്ച് പേർ അവരുടെ പക്ഷത്താണ് ഇപ്പോഴും. അങ്ങനെയാണെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യോ ഡിസ്മിസ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും നടപടി എടുക്കാം. ആ ചേട്ടൻ എന്താ ചിരിച്ചേ? ഒന്നുമില്ല, സാറിന് അറിയാൻ പാടുന്നേട്ടാ, അവരൊക്കെ വമ്പൻ ലോബികളാ. അവര് വിചാരിച്ചാൽ നമ്മളെയൊക്കെ തീർത്ത് കളയും. ഇവരക്കാരാ? യുവമാരാണോ സാറ് പറഞ്ഞ മറ്റേ ലോബികള്? ഞങ്ങൾ ആനവണ്ടി ഫാൻസ് അസോസിയേഷൻ അംഗങ്ങളാണ്. ഞാൻ പ്രസിഡന്റ്, ഇത് സെക്രട്ടറി. ഹായ്. കണ്ട കൊട്ടേഷൻ ടീമിനെ പോലെ ഉണ്ട്. അതുകൊണ്ട് കോമഡി. സാറേ, KSRTC കേരളത്തിന്റെ ചങ്കാണ്. അത് നിന്ന് പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കേരളം മുഴുവൻ ഞങ്ങളുടെ ആൾക്കാരുണ്ട്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്ത് ഹെൽപ്പും ചെയ്യാൻ പറ്റുമോ? എന്തോ അങ്ങനെയാണെങ്കിൽ KSRTCയുടെ റൂട്ട് മുടക്കാൻ വരുന്ന ആൾക്കാരിൽ നിന്ന് KSRTCക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുമോ? പിന്നെന്താ?